അയ്യോ അമ്മ ഹാപ്പി ഇൻഡിപെൻഡൻസ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ചായ കുടിക്കാൻ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. പിന്നെ അടുത്തോട്ട് ഇങ്ങോട്ട് വന്നല്ലോ. മധുരം ഇട്ടില്ലേ നീ? മധുരം ഇട്ടിട്ടുണ്ട്, പക്ഷെ ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. എനിക്കതിന് ഷുഗർ ഒന്നും ഇല്ല മോനെ. അത് ശരിയാ, പക്ഷെ ഒരു കരുതൽ നല്ലതല്ലേ? ഈ അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതൊക്കെ നല്ലതല്ലേ, അസുഖം വരാതെ നോക്കുന്നത്. അതൊക്കെ അതെ, പണ്ടൊക്കെ നമ്മൾ എന്നും കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യായിരുന്നു. പണ്ടത്തെ ആൾക്കാർ അതേപോലെ മേലേക്ക് പണിയെടുക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ നീ തരുന്ന എന്ത് കുടിക്കുകയും കഴിക്കുകയും ചെയ്താ പോരെ? മതി. മധുരം ഇല്ലാതെ കുടിക്കണം, അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ, ആയിക്കോട്ടെ. അയ്യോ, കാറിപ്പൊളിച്ചോണ്ട് വരുന്നുണ്ട്. ആളും ഉണ്ടല്ലോ കൂടെ. ആ അതെ. കൊള്ളാലോ, ഫ്ലാഗും ഒക്കെ ഉണ്ട് കയ്യിൽ കേട്ടോ. എന്താ ട്രോഫിയൊക്കെ? ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ച് റെസിഡൻസ് അസോസിയേഷൻ നടത്തിയ പരിപാടികളിൽ പടം വരയ്ക്ക് ലിവക്ക് ഫസ്റ്റ് കിട്ടി, പാട്ട് പാടലിന് ലിവക്ക് ഫസ്റ്റ് കിട്ടി. രണ്ടുപേരും എന്ത് പടം വരച്ചേ? സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പടം വരയ്ക്കാനാണ് ടോപ്പിക് കൊടുത്തത്. പൊളിച്ചടുക്കില്ലേ? രണ്ടുപേരും മിടിക്കേട്ടാ. ഉള്ളത് പറയാലോ സീതാമ്മ, എല്ലാ വർഷവും എനിക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങ് സങ്കടമാ. എനിക്ക് ഫസ്റ്റ് കിട്ടുന്നുണ്ട്. യേശോട്ടാ, അടുത്ത പ്രാവശ്യത്തെ മത്സരത്തിനെ ഞാൻ പങ്കെടുക്കുന്നില്ല. ഏതെങ്കിലും കുട്ടികൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിക്കോട്ടെ, അവർക്കും വേണ്ട സന്തോഷം. സീതാമ്മേ കറക്റ്റല്ലേ ഞാൻ പറഞ്ഞു? പിന്നെ ഭയങ്കര കറക്റ്റ്. അതുമാത്രല്ല, എനിക്ക് കൊറേ ട്രോഫിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എവിടെ കൊണ്ട് വെക്കും ചേച്ചി? തള്ളിയത് മതി പാറു. പറഞ്ഞ മാളൂര് കൊറേ നാളായാലും ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. എവിടെയായിരുന്നു? എപ്പോഴും വരാൻ തോന്നും, പക്ഷെ കൊറേ പഠിക്കാനുണ്ട്. ഇവിടെ പിന്നെ ഒരാൾക്ക് പഠിക്കാനേ ഇല്ല. ചേട്ടാ, ഞാൻ പഠിക്കാറൊക്കെ ഉണ്ട്. പിന്നെ പഠിക്കാറൊക്കെ ഉണ്ട്. എന്റെ പൊന്നുമകളെ നീ കേൾക്കണം. നമ്മള് ഹിന്ദി പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോ ഞാൻ ചോദിച്ചു, മക്കളെ ഏത് പരീക്ഷയായിരുന്നെന്ന്. ആ ഹിന്ദി ആയിരുന്നെന്ന് തോന്നണ് എന്ന് പറഞ്ഞോളാ. പോട്ടടാ. ആ ശരി, ഞാൻ ക്ഷമിച്ച്. ലച്ചേച്ചി, അപ്പൊ കുറച്ച് കഴിയുമ്പോ മാളുവിന്റെ ഒരു പാട്ടുണ്ടായിരിക്കുന്നതാണ്. ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടിയതല്ലേ? അയ്യോ ഞാനില്ല. അതിന് നാണിക്കണം എന്തിനാ, നമ്മളെല്ലാരും കൂടാന്ന്. അതെ, പാട്ട് കേക്കണ്ടേ? പാട്ട് പാടണട്ടാ. ഫസ്റ്റ് ബെഞ്ച് വന്നിരിക്കാൻ രണ്ടുപേരും. കുടിക്കാനെന്തെങ്കിലും കൊടുക്കണേ. വന്ന് എന്നോടല്ല, പിള്ളേരെ വിളിച്ചേ. പിള്ളേരെ ഫസ്റ്റ് മേടിച്ചോണ്ട് പിള്ളേരെ കൊണ്ടുവന്നോ ഞാനല്ലേ? പിടിച്ചോണം, മുറുകെ പിടിച്ചോണം. എന്താടാ? ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലേ സ്കൂളില് സ്വാതന്ത്ര്യദിനം ഭയങ്കര ആഘോഷമാ. പണിക്കര് മാഷാണ് എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത്. പണിക്കര് മാഷാണെങ്കിൽ പതാകയൊക്കെ ഉയർത്തിയതിന് ശേഷം എന്താ ഞങ്ങളെ എല്ലാരെയും വിളിച്ചിരുത്തിയതിന് ശേഷം സ്വാതന്ത്ര്യത്തെ കുറിച്ച് വാതോരാതെ സംസാരിക്കും. സ്വാതന്ത്ര്യ സമര സേനാനികൾ അനുഭവിച്ച ത്യാഗത്തെക്കുറിച്ചും അവരുടെ അർപ്പണബോധത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതിനുശേഷം ഞങ്ങളെ എല്ലാരെയും വിളിച്ചുകൊണ്ട് മാഷിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നാടിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരും. എന്നിട്ട് മാഷിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചേരും. അതൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അതൊരു കാലമായിരുന്നു. പാവം മാഷ് 101ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. ഓ അമ്മോ, അതെ ഫ്രീഡം ഫൈറ്റർ ആയിരുന്നോ? പിന്നെ കേരള ഗാന്ധി എന്ന് വിളിക്കുന്ന കെ കേളപ്പനെ പരിചയം ഉണ്ടായിരുന്നു.
ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം ഗാന്ധിജി തിരുവിതാംകൂറിൽ വന്നപ്പോൾ ഗാന്ധിജിയെ മാഷ് കണ്ടിട്ടുണ്ടെന്നാ പറയുന്നേ. ക്ഷേത്രപ്രവേശം എന്ന് പറയുമ്പം ഗാന്ധിജി 5ാമത്തെ തവണ ഇവിടെ കേരളത്തിൽ വന്ന് 1937 അതെ അതെ. അപ്പൊ കണ്ടു കാണും. പൊളിച്ചേട്ടാ. ഈ സ്വാതന്ത്ര്യം മേടിച്ച ആളെയൊന്നും കാണാൻ പറ്റില്ലല്ലേ? பார்க்க முடியலன்னா என்ன கல்லு, அங்கெல்லாம் நம்ம மனசுலயே இருக்காங்கல்ல. ചേട്ടാ, ഓ, അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് പറയോ? സ്വാതന്ത്ര്യ സമര സേനാനി പറഞ്ഞേ. സ്വാതന്ത്ര്യ സമര സമര സേനാനികൾ. ആ, അറിയപ്പെടുന്നവരോ? സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് മക്കളെ. അതിനകത്ത് ഈ പറഞ്ഞ അറിയപ്പെടുന്നവരെന്ന് പറയുമ്പോ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേല്, റാണി ലക്ഷ്മിബായി, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, അങ്ങനെ ഇഷ്ടംപോലെ പേരുണ്ട്. நான் சின்னத்துல இருக்கும்போது என்னோட டீச்சர் இந்த சுதந்திர போராளிகளை பத்தி எல்லாம் நிறைய சொல்லி கொடுத்திருக்காங்க. അത് പിന്നെ കരയാണ്ടി എല്ലാ സ്കൂളിലും എല്ലാ ടീച്ചർമാരും പറഞ്ഞു കൊടുക്കും. മോളെന്തോ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു അവരുടെ ഒക്കെ ഫോട്ടോ കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് വരയ്ക്കായിരുന്നൂല. അത് കറക്റ്റാ മാള് പറഞ്ഞത്. അങ്ങനെ കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് വരയ്ക്കായിരുന്നു. ചേട്ടാ, മേടിച്ചിണ്ടാ ഫോട്ടോ ഒപ്പിക്കാൻ വലിയ പാടൊന്നുമില്ല. സുധോടയോ ആ അറിയാന്നേ എന്താ പോവാ ഇങ്ങോട്ട് ഫോട്ടോ മേടിക്കേ. ആരാ ഫോട്ടോ? സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഫോട്ടോ പിള്ളേർക്ക് വേണം. വരയ്ക്കാൻ. വരയ്ക്കാനോ? ഫോട്ടോ മേടിക്കണോ? മേടിക്കാം. ആ കല്ലൂസ് ഇവിടെ ഇരിക്കാണ്. എന്താണ്? ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. പോവാം. പോയിട്ട് വരുമ്പോ മിഠായി മേടിച്ചിട്ടുണ്ടായിരുന്നേ. മാളു, നമുക്ക് ഈ ഇൻഡിപെൻഡൻസ് ഡേ കളറാക്കണ്ടേ? ഉറപ്പായിട്ടും. பாரு என்ன சொன்னாலும் அவ சொல்லுவா உறப்பாயிட்டும் உறப்பாயிட்டும். നാശത്തിലോട്ടാ നിന്റെ പോക്ക് ഈ കൂട്ട്. കേശട്ടാ, പാചകം അടിച്ചോണ്ടിരിക്കാതെ പോയി മേടിച്ചിട്ട് വേട്ടാ. പോണേ പോണ് അളയാ. നാളെ പൊറോട്ടയും ബീഫും ചെലവ്. ബാ, എന്തിന്? ഇൻഡിപെൻഡൻസ് ഡേ. അതിനാ? ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അളിയനെ സോപ്പിട്ട് പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് ഇവിടുന്ന് വരും. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഓ താങ്ക് യു.